നമസ്കാരം. ഇപ്പം നമ്മൾ 2025 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് 2 വീഡിയോ ആയിട്ട് പ്ലേലിസ്റ്റിനകത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. നോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ 2025 ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ട് 1ഉം പാർട്ട് 2 നിങ്ങൾ ക്ലാസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടിട്ടില്ലേ, പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. എൻ്റെ ചാനലിൽ +1 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, 19 മുതലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1ഉം 2ഉം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയുന്നു, കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം വരാൻ. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ചാനലിൽ കയറി പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ പാർട്ട് 1 1 മാർക്ക് ചോദ്യവും, പാർട്ട് 2 2 മാർക്ക് ചോദ്യവും, പാർട്ട് 3 3 മാർക്ക് ചോദ്യങ്ങളുമാണ് ഉള്ളത്. 19 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളാണ് പാർട്ട് 3യിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. കൺവേർട്ട് -39 ടു 2's കോംപ്ലിമെൻറ്റ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റിജർ നമ്പറുകളെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, അതേപോലെ 1's കോംപ്ലിമെൻറ്റ്, അതേപോലെ 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇൻറ്റിജർ നമ്പർ എന്ന് പറയുമ്പോൾ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇൻറ്റിജർ എന്ന് വെച്ചാൽ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകൾ മാത്രമാണ്. അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും വരാം. അപ്പം നെഗറ്റീവ് സംഖ്യയെ നമ്മൾ ഒരു ഇൻറ്റിജർ നെഗറ്റീവ് സംഖ്യയെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിലും 1's കോംപ്ലിമെൻറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനായാലും സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ആണെങ്കിലും, ഇത് 3 മെത്തേഡ് ചോദിച്ചാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബൈനറി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബൈനറി കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 38 ഡിവൈഡഡ് ബൈ എന്താണ്, അല്ലെങ്കിൽ തരുന്ന നമ്പറിനെ 2 കൊണ്ട് എന്താണ് തുടർച്ചയായിട്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പം 38ൻ്റെ നേർപകുതി എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഹരണമായി, അല്ലെങ്കിൽ 2ൻ്റെ കോഷ്യൻ്റ് കിട്ടി. എത്രയാണ് 38ൻ്റെ നേർപകുതി? 19. ഇനി 19നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 9 ശിഷ്ടം 1 അല്ലേ. 9നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കണം. 4 ശിഷ്ടം 1. 4നെ വീണ്ടും എന്താണ് 2 ശിഷ്ടം 0. 2-നകത്ത് 1 ശിഷ്ടം 0. അപ്പോൾ എത്രയാണ്? 10110 എന്നായിരിക്കും. എന്താണ് ഇവിടെയും റിമൈൻഡർ ഉണ്ട് കേട്ടോ, 0. അപ്പോൾ എന്താണ് 10110 എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം. നോക്കിയാൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. എത്രയാണ്? 100110. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ കിട്ടിയ ബൈനറി സംഖ്യയെ നമ്മൾ 8 ബിറ്റാക്കി മാറ്റണം. 8 ബിറ്റ്. ഇപ്പോൾ ഇതിനകത്ത് 8 ഡിജിറ്റ് ഉണ്ടോ? ഇല്ല. 1 2 3 4 5 6 ഉള്ളൂ. 7 8 8 ഡിജിറ്റാക്കി മാറ്റണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. ഇതിപ്പം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയാലും 1's കോംപ്ലിമെൻറ്റ് ആയാലും 2's കോംപ്ലിമെൻറ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ബൈനറി കണ്ടുപിടിക്കുക, അതിനെ 8 ഡിജിറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇനി 8 ഡിജിറ്റ് ആക്കി കഴിഞ്ഞാലോ, ഇനി 1's കോംപ്ലിമെൻറ്റ് ആണെങ്കിൽ ഇതിനെ ഇനി അടുത്ത് നോക്കേണ്ടത്, അപ്പോൾ ഇത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും 1's കോംപ്ലിമെൻറ്റ് ആണെങ്കിലും 2's കോംപ്ലിമെൻറ്റ് ആണെങ്കിലും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതാണ് ഉത്തരം. ഇനി നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിനകത്തേക്ക് പോകാവുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. 1's കോംപ്ലിമെൻറ്റ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഈ 0 എല്ലാം 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെന്തായി? 1's കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ 1's കോംപ്ലിമെൻ്റ് ആയിട്ടേ ഉള്ളൂ, പക്ഷേ ചോദ്യം 2's കോംപ്ലിമെൻ്റ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 1's കോംപ്ലിമെൻറ്റിനോടൊപ്പം ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2's കോംപ്ലിമെൻ്റ് ആയി. 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 2's കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ ബൈനറി സംഖ്യകൾ 2 1 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 0 എന്ന് പറയുന്ന ഡിജിറ്റാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 1 0 1 1 0 1 1. ഇതാണ് ഉത്തരം. ഓക്കെ, 1 1 0 1 1 0 1 0 കേട്ടോ, ഇതാണ് ഉത്തരം.
അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ബൈനറി സംഖ്യകളെ ഇൻറ്റിജർ നമ്പറുകളെ നമുക്ക് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 3 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്. പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ 3-നകത്ത് ഒരേ ഉത്തരം തന്നെയാണ് വരുന്നത്. പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ ഒന്നുമില്ല, ബൈനറി കണ്ടുപിടിക്കുക, 8 ബിറ്റ് ആക്കി വെക്കുക, അതാണ് ഉത്തരം. എന്നാൽ നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ ബൈനറി കണ്ടുപിടിക്കുക, 8 ബിറ്റ് ആക്കുക, അതിനുശേഷം വൺസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ വൺസ് കോംപ്ലിമെൻറ്റ്. ടൂസ് കോംപ്ലിമെൻറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു 1 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടി. അപ്പം ചാനലിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനൊക്കെ പറയുന്നുണ്ട്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കാണുക. ഡിഫറൻറ്റ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാമും റോമും, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, ഇത് രണ്ടും കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിക്കകത്ത് വരുന്നതാണ് റാമും റോമും. റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാം ഒരു വോളട്ടൈൽ മെമ്മറിയാണ്. വോളട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഡേറ്റയെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് നമ്മൾ വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ഡേറ്റയും നഷ്ടപ്പെടും. അതേ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഡേറ്റ ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇത് ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. റീഡിങ്ങിനും റൈറ്റിങ്ങിനും പറ്റും. അതായത് നമുക്ക് ഈ മെമ്മറിയിലേക്ക് വാല്യൂവിനെ റൈറ്റ് ചെയ്യാനും പറ്റും, ആവശ്യമുള്ളപ്പോൾ റീഡ് ചെയ്യാനും പറ്റും. ഇനി റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പം റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി, അത് നോൺ വോളട്ടൈലാണ്. നോൺ വോളട്ടൈൽ എന്ന് വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിലും അതിനകത്തുള്ള ഡേറ്റ നഷ്ടപ്പെടത്തില്ല. അതായത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും ആ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് നോൺ വോളട്ടൈൽ എന്ന് പറയുന്നത്. റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആണ്. ഇത് റീഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ്. അതായത് അതിനകത്തുള്ള വാല്യൂസിനെ, അതിനകത്തുള്ള ഡേറ്റയെ ഇൻഫർമേഷനെ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അതിനകത്തേക്ക് നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴാണ് പിന്നെ അതിനകത്തുള്ള ഡേറ്റ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ മാനുഫാക്ചറിങ് ടൈമിലാണ്. അതായത് ആ ചിപ്പ് മാനുഫാക്ചർ ചെയ്ത സമയത്ത് കമ്പനിയിൽ വെച്ചാണ് അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഫേം വെയർ എന്നും പറയാറുണ്ട്. കേട്ടല്ലോ? അപ്പോൾ റോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേം വെയർ എന്നും പറയും. ഇതിനകത്ത് എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അറിയാം? ബൂട്ടപ്പ്, അതായത് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ടായി വരുമ്പം ചെയ്യേണ്ട അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ റോമിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രവർത്തനം സജ്ജമാകാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണോ കമ്പ്യൂട്ടർ ചെയ്യേണ്ട ജോലി, പ്രൊസസ്സർ ചെയ്യേണ്ട ജോലി എന്ന് കൃത്യമായിട്ട് ഈ റോമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് റാമും റോമും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി ഡിഫൈൻ ഡീബഗ്ഗിങ്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ എഴുതുമ്പോഴുണ്ടാകുന്ന എററുകളെയാണ് ബഗ്ഗുകൾ എന്ന് പറയുന്നത്. ഈ ബഗ്ഗുകളെ കണ്ടുപിടിച്ച് തിരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീബഗ്ഗിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് പ്രോഗ്രാമിംഗ് എറേഴ്സ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഗ്ഗുകൾ എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് എററുകളെ വിളിക്കുന്ന ഒരു ബഗ് എന്നാണ്. അപ്പോൾ ഈ ബഗ്ഗുകളെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് തിരുത്തുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 3 ടൈപ്പ് എററുകളാണ് ഉള്ളത്. ഒന്ന് സിൻടാക്സ് എറർ, അതായത് നമ്മൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ ഫോളോ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ സെമിക്കോളൻ എടുത്തിട്ട് സെമിക്കോളൻ ഇടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഡാറ്റ ടൈപ്പുകളുടെ അക്ഷരം തെറ്റ്, അല്ലെങ്കിൽ ഓരോന്ന് അക്ഷരം തെറ്റി എഴുതുക, അല്ലെങ്കിൽ അതിന് ഓരോ സിൻടാക്സ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള എററുകളെയാണ് നമ്മൾ സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. രണ്ടാമത് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് മാറിപ്പോവുക. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും. അപ്പോൾ റിസൾട്ട് കിട്ടും, പക്ഷേ റിസൾട്ട് തെറ്റായിരിക്കും. പ്ലസ് ചെയ്യേണ്ടത് ചിലപ്പോൾ മൈനസ് ചെയ്യുക, മൈനസ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ലോജിക്കൽ എറർ ഉണ്ടാകുന്നത്. ഇനി അടുത്ത റൺ ടൈം എറർ. റൺ ടൈം എറർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോഗ്രാം ഒരു കുഴപ്പമില്ല, സിൻടാക്സ് എററും ഇല്ല, ലോജിക്കൽ എററും ഇല്ല, ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ അവസരത്തിലും കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷനിൽ മാത്രം ഒരു എറർ ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, എക്സ് ഈസിക്കൽ ടു എ ഡിവൈഡഡ് ബൈ ബി. ഇവിടെ എയുടെ വാല്യൂ 10 കൊടുത്താലും ബിയുടെ വാല്യൂ 2 കൊടുത്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്യും, അല്ലേ? 10 ആണെങ്കിലും 2 ആണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യും. എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 7 ആണെങ്കിലും വർക്ക് ചെയ്യും. എയുടെ വാല്യൂ 20ഉം ബിയുടെ വാല്യൂ 3 ആണെങ്കിലും വർക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല. എന്നാൽ ഇവിടെ ബിയുടെ വാല്യൂ എപ്പോഴെങ്കിലും ഒരു 0 ആയി കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കി. 8 ഡിവൈഡഡ് ബൈ 0. 8 ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ എറർ ഉണ്ടാവും, അല്ലേ? ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷനിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷനിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തുന്ന അവസരത്തിൽ മാത്രം ഒരു എറർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി കുറച്ച് കുറച്ച് ടോക്കൺസ് തന്നിട്ടുണ്ട്. ഈ ടോക്കൺസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുമെന്നുള്ളതാണ്. ഈ 1 2 3 ഇതൊരു ഇൻറ്റിജർ നമ്പറാണ്. ഇൻറ്റിജർ നമ്പറിനെ നമുക്ക് ഇൻറ്റിജർ ലിറ്ററൽ എന്ന് വിളിക്കാം. ഇൻറ്റിജർ നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻറ്റിജർ ലിറ്ററൽ എന്ന് വിളിക്കാം. ഇതൊരു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്ന വാക്കാണ്. ഇതിനെ നമുക്ക് ഹലോ അല്ലെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്ന സ്ട്രിംഗ് ആണ്. അതുകൊണ്ട് ഇതിനെ സ്ട്രിംഗ് ലിറ്ററൽ എന്ന് വിളിക്കാം. ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഇതൊരു കീവേഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കീവേഡിൻ്റെ ഗണത്തിൽപ്പെടുത്താം. സം എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് നെയിമാണ്, ഐഡൻറ്റിഫയർ ആണ്. അതായത് നമ്മൾ ഒരു പ്രോഗ്രാമർ ഉണ്ടാക്കിയ വാക്കാണ്. അതുകൊണ്ട് സം ഒരു ഐഡൻറ്റിഫയർ ആണ്. പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. അതേപോലെ തന്നെ ഹാഷ് എന്ന് പറയുന്നതും ഒരു സ്പെഷ്യൽ സിമ്പിളാണ്, പങ്ക്ച്വേറ്റർ ആണ്. ഹാഷ് എന്താണ്? പങ്ക്ച്വേറ്റർ ആണ്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 27.8 എന്നായിരുന്നെങ്കിലോ ഇത് ഏത് ലിറ്ററാണ്? ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഇതിൽ ഇൻറ്റിജർ ലിറ്റർ അല്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററിലായിരിക്കണം. ഇനി ഒരു സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഒരു ക്യാരക്ടർ എഴുതി കഴിഞ്ഞാലോ ഇതിനെ നമ്മൾ ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻറ്റിജർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. പിന്നെ കീവേഡുകൾ ഏതൊക്കെയായിരുന്നു? ഇൻറ്റ്, ഫോർ, വൈല്, ഇഫ്, ഇതൊക്കെ എന്താണ്? കീവേഡുകളാണ്. ആ കീവേഡിൻ്റെ ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ. പങ്ക്ച്വേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹാഷ്, ബ്രാക്കറ്റുകൾ അല്ലേ, ബ്രാക്കറ്റുകൾ അതെല്ലാം എന്താണ്? പങ്ക്ച്വേറ്റേഴ്സ് ആണ്. സെമി കോളൻ ഇതൊക്കെ പങ്ക്ച്വേറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റർ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് വിത്ത് എക്സാമ്പിൾസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു ക്രിയ. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി ഒരു ക്രിയയാണല്ലോ. എ പ്ലസ് ബി ഒരു ക്രിയയാണ്. ഈ എ പ്ലസ് ബി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഇതൊരു ഓപ്പറാൻഡാണ്, ഇതിനകത്തുള്ള ഓപ്പറേറ്ററാണ് പ്ലസ്. ഇതിനകത്തുള്ള ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്ററും ഈ ഓപ്പറാൻഡും കൂടെ ചേർന്നപ്പോഴാണ് ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടായത്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? 2 ഓപ്പറാൻഡുകൾ ഇല്ല എങ്കിൽ എന്ത് പറ്റത്തില്ല? അഡീഷൻ നടക്കത്തില്ല. ഫോർ എക്സാമ്പിൾ 10 പ്ലസ് 20. ഇവിടെ എത്ര ഓപ്പറാൻഡ് ഉണ്ട്? 2 ഓപ്പറാൻഡുകളുണ്ട്. എന്നാൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ, പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോ ഓപ്പറാൻഡിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്ററുകളാണ്. ഇവിടെ നോക്കിയേ, പ്ലസിൻ്റെ കൂടെ ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ, മൈനസിൻ്റെ കൂടെ ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഓപ്പറാൻഡിനോടൊപ്പം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്ററുകളെ നമ്മൾ വിളിക്കുന്നത് ഒരു യൂനറി ഓപ്പറേറ്റർ. 2 ഓപ്പറാൻഡുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററുകളെ നമ്മൾ വിളിക്കുന്ന ഒരു ബൈനറി ഓപ്പറേറ്റർ. ഇനി 3 ഓപ്പറാൻഡുകൾ വേണമെങ്കിൽ 3 ഓപ്പറാൻഡുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെർണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ടെർണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. ചോദ്യചിഹ്നവും ഫുൾ കോളനും കൂടെ ചേർന്ന് വരുന്നൊരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ യൂനറി ഓപ്പറേറ്റർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂനറി മൈനസ് ഉണ്ട്. യൂനറി മൈനസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പോസിറ്റീവ് നെഗറ്റീവിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈനസ് ഉണ്ടല്ലോ, അതിനെയാണ് യൂനറി മൈനസ് എന്ന് പറയുന്നത്. യൂനറി പ്ലസ് ഇത് നമ്മൾ പോസിറ്റീവിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ബൈനറി പ്ലസ് ഉണ്ട്. ബൈനറി പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്? ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലസ്. അവിടുത്തെ ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലസും അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈനസും എന്താണ്? ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. എന്നാൽ ഈ പ്ലസും മൈനസും യൂനറി ഉണ്ട്, ബൈനറി ഉണ്ട്. യൂനറി പ്ലസും യൂനറി മൈനസും ഉണ്ട്. അതേപോലെ തന്നെ ബൈനറി പ്ലസും ബൈനറി മൈനസും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ. റൈറ്റ് എ C++ പ്രോഗ്രാം ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പറുകൾ അല്ലെ സ്കോർ 3 മാർക്കുകളുടെ എന്താണ് ആവറേജ് കണ്ടുപിടിക്കുക. 3 മാർക്കുകളുടെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 3 നമ്പറുകളുടെ ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 നമ്പറുകളുടെ ആവറേജ് എന്ന് വെച്ചാൽ 3 നമ്പറുകൾ നമ്മൾ സ്റ്റോർ ചെയ്യണം. 3 നമ്പറുകൾ, ഫോർ എക്സാമ്പിൾ 3 നമ്പറുകൾ 3 വേരിയബിളിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. 3 നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 3 വേരിയബിൾ ഉണ്ടാക്കണം. ABC 3 നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 വേരിയബിൾ ഉണ്ടാക്കുന്നു. ഈ 3 വേരിയബിളിനകത്തേക്ക് നമ്മൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിനെ തമ്മിൽ കൂട്ടണം. കൂട്ടിയിട്ട് ആ കൂട്ടിയതിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്യണം അല്ലേ. ആ സമ്മ് കണ്ടുപിടിച്ചിട്ട് ആ സമ്മിനെ ഡിവൈഡ് ബൈ 3 ചെയ്യണം. 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാം നോക്കി, ഇവിടെ 3 വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സ്കോർ 1, സ്കോർ 2, സ്കോർ 3. എന്നിട്ട് നമ്മൾ പറയാം, എന്നിട്ടൊരു ഫ്ലോട്ട് AVG എന്താണ്? 4ാമതൊരു വേരിയബിൾ. എന്തിനാണ് 4ാമതൊരു വേരിയബിൾ? ആവറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 4ാമതൊരു വേരിയബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, എൻ്റർ ദ 3 സ്കോർ എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ്, ആദ്യത്തെ സ്കോർ 1-നകത്ത്, രണ്ടാമത്തെ സ്കോർ 2-നകത്ത്, മൂന്നാമത്തെ സ്കോർ 3-കകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് അത് 3 കൂടെ കൂട്ടുന്നു. അത് 3 കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
അതിനെ കിട്ടിയ തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആവറേജിനെ AVGക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു. ആ AVGയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ റിസൾട്ടിനെ എന്ത് ചെയ്തു, സ്ക്രീനിൽ എഴുതി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആവറേജ് CE സ്കോർ AVG അല്ലേ. ആവറേജ് CE സ്കോർ എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും, എന്നിട്ട് AVG കിടക്കുന്ന വാല്യൂസ് അതിനോടൊപ്പം എഴുതി കാണിക്കും. ഇതാണ് 3 നമ്പർ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ചാനലിൽ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ് കണ്ടിട്ടില്ലെങ്കിൽ. ഡിഫറൻറ്റ് ബിറ്റ്വീൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് LCF ലാഡർ. നമുക്ക് സ്വിച്ചും LCF ലാഡറും കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വിച്ചിൽ എഴുതുന്ന എല്ലാത്തിനെയും നമുക്ക് LCF ലാഡർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. എന്നാൽ LCF ലാഡറിൽ എഴുതുന്ന എല്ലാ പ്രോഗ്രാമുകളും സ്വിച്ച് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണം, സ്വിച്ചിൽ എഴുതുന്ന എല്ലാ പ്രോഗ്രാമുകളും LCF ലാഡർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. എന്നാൽ LCF ലാഡറിൽ എഴുതുന്ന എല്ലാ പ്രോഗ്രാമുകളും സ്വിച്ച് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സ്വിച്ചിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വാലിറ്റി ഈക്വൽ ആണോ എന്ന് മാത്രം, ഏതെങ്കിലും ഒരു വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂ ഇപ്പോൾ A ഈക്വൽ ടു, ഈ ഓപ്പറേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്വിച്ചിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈക്വൽ ടു ഓപ്പറേഷൻ മാത്രമേ സ്വിച്ചിനകത്ത് ചെയ്യാൻ പറ്റൂ. എന്നാൽ LCFനകത്ത് റിലേഷണൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും, ഇഫ് എൽസ് ലാഡറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത്, അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി LCF ലാഡർ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ സ്വിച്ചിനകത്ത് ഇൻറ്റിജർ മാത്രമേ പറ്റൂ. അപ്പോൾ ഇൻറ്റിജർ മാത്രമേ പറ്റൂ, ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കേട്ടോ. ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതുന്ന ലെറ്ററുകളെ അല്ലെങ്കിൽ സിമ്പലുകളെയാണ് നമ്മൾ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ചിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ പറ്റൂ, അതേപോലെ തന്നെ വാല്യൂ ഇൻറ്റിജറിനെയും അതേപോലെ തന്നെ ക്യാരക്ടർ കോൺസ്റ്റൻറ്റും മാത്രമേ പറ്റൂ. എന്നാൽ LCF ലാഡറിനകത്ത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. റിലേഷണൽ ലോജിക്കൽ എക്സ്പ്രഷൻ എല്ലാം തന്നെ പറ്റും. ഫ്ലോട്ടിംഗ് പോയിന്റും ഇൻറ്റിജറും എല്ലാം എവിടെ കമ്പയർ ചെയ്യാൻ പറ്റും, LCF ലാഡറിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം സാധാരണ പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ഷോർട്ട് ഫോം തന്നിട്ട് തന്നെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് നോക്കുന്നത് വളരെ നല്ലതാണ്. TCP/IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്ഫർ അല്ല, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുള്ളതാണ് TCP/IP എന്ന് പറയുന്നത്. HTTP എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് വെബ് പേജുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെബ്സൈറ്റുകളൊക്കെ എടുക്കുന്ന HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. DNS ഡൊമൈൻ നെയിം സിസ്റ്റം, ചിലയിടത്ത് ഡൊമൈൻ നെയിം സെർവർ എന്നും പറയാറുണ്ട്, എന്നാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നുള്ളതാണ് കറക്റ്റ്. ഇനി ഡൊമൈൻ നെയിം സിസ്റ്റം എന്നില്ല, ഡൊമൈൻ നെയിം സെർവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പം തിരഞ്ഞെടുക്കാനുള്ള ചോദ്യത്തിൽ ഡൊമൈൻ നെയിം സെർവർ ആണെങ്കിൽ ഓക്കെ അങ്ങനെ എഴുതിക്കോളൂ, എന്നാൽ കറക്റ്റ് ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. ഓക്കെ, റൈറ്റിൻ്റെ 3 അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ആളുകളെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, അപ്പം ആളുകളെ ദൂരെ ഇരിക്കുന്ന പല ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു അടുത്ത് കൊണ്ടുവന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അങ്ങനെ ഒരു ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ദൂരം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് പ്രൊമോഷൻ നടത്താറുണ്ട് അല്ലേ, അവരുടെ പ്രോഡക്റ്റുകൾ അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ സോഷ്യൽ സ്കില്ലുകളാണ്, പാട്ട് പാടുക, പടം വരയ്ക്കുക, ഡാൻസ് കളിക്കുക, ഇങ്ങനെയുള്ള അല്ലെ അഭിനയിക്കുക, ഇങ്ങനെയുള്ള സോഷ്യൽ സ്കില്ലുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയും എന്ത് ഉപയോഗിക്കാറുണ്ട്, സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കാറുണ്ട്. ആൻസർ ദ ഫോളോയിങ് ഇൻ എ വേർഡ്. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു വേർഡിൽ ഉത്തരം പറയുക എന്നുള്ളതാണ്. ഇൻ എ വേർഡ്, എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ പ്രോഗ്രാം ദാറ്റ് റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അതായത് ഒരു മാൽവെയർ പ്രോഗ്രാം, മാൽവെയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം, അത് സ്വന്തമായിട്ട് ഇരട്ടിക്കുക. യൂഷ്വലി മേക്ക് ദ ഡാറ്റ ട്രാഫിക് സ്ലോ. എന്നിട്ട് അത് ഇരട്ടിച്ചിട്ട് നമ്മുടെ ഡാറ്റ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്ന ഡാറ്റയുടെ ട്രാഫിക്കിനെ സ്ലോ ആക്കുന്ന അതിനെ വിളിക്കുന്ന പേരെന്താണ്, ആ മാൽവെയറിനെ വിളിക്കുന്ന പേര് വേം എന്നാണ്. രണ്ടാമത്തത് ടെക്നിക്കൽ എഫോർട്ട് ടു മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു മാനുവൽ ഒരു കമ്പ്യൂട്ടറിനെ മനഃപൂർവ്വം നമുക്ക് ടെക്നിക്കലായിട്ട് നമ്മൾ ടെക്നിക്കൽ എഫോർട്ട് എടുത്തുകൊണ്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ബിഹേവിയർ മോശമാക്കുക, അതിനെ ഹാക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ അതിലേക്ക് നുഴഞ്ഞു കയറുക, എന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്കിനെ തകരാറാക്കുന്നതിനാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഇമെയിലുകൾ വെറുതെ അയക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പാം എന്നാണ്. സ്പാം. ഓക്കെ, സ്പാംസ് അല്ലെങ്കിൽ ജങ്ക് മെയിൽ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ വേം, ഹാക്കിംഗ്, സ്പാം ഓർ ജങ്ക് മെയിൽ. ഓക്കെ, ഡിസ്ക്രൈബ് any 3 e-learning tools with their usage. 3 e-learning tool. e-learning എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ലേണിംഗ്. അതായത് നമ്മളിപ്പോൾ കൊറോണ സമയത്തൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ, എന്താണ് വീട്ടിലിരിക്കുക, നമ്മൾ എന്നിട്ട് ദൂരെ ഇരുന്ന് ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ പോകുന്നില്ല, ഫിസിക്കലി നമ്മൾ അവിടെ എത്തുന്നില്ല, സ്കൂളുകളിൽ എത്തുന്നില്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീട്ടിലിരുന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കുറേ
ടൂൾസ് ഉണ്ട്. എന്താണ് ടീച്ചേഴ്സ് നോട്ട് ടെക്സ്റ്റുകളായിട്ട് അയച്ചു തരും, PDF ആയിട്ട് അയച്ചു തരും. അതെല്ലാം ഓൺലൈൻ നമ്മൾ ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് വാട്സപ്പിനകത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതായത് വിക്ടേഴ്സ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ടൂൾസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ടൂളാണ്. ഓൺലൈൻ ചാറ്റുകൾ ടൂളാണ്. ഓൺലൈൻ ചാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജുകൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എഡ്യൂക്കേഷണൽ TV ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലേണിങ്ങിനെ സഹായിക്കുന്ന ടൂൾസാണ്. ഓക്കെ, ഇത്രയുമായിരുന്നു പാർട്ട് 3. അപ്പോൾ പാർട്ട് 1, 2, 3 നമ്മൾ 2025 മാർച്ചിലെ പരീക്ഷയുടെ പാർട്ട് 1ഉം 2ഉം 3ഉം കംപ്ലീറ്റ് ആയി. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ കാണുക, സീരിയസ് ആയിട്ട് തന്നെ കാണുക. അപ്പം ഇപ്പോൾ തേർഡ് പാർട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ട് തേർഡ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, അത് നോട്ട് ഇക്കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.